ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വ്ളോഗ് കുറേ ദിവസത്തിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരാഴ്ചയൊക്കെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടി ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി മക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മാനന്തവാടിയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ താഴെ ഓട്ടോ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് നടന്ന് വരുന്നുണ്ട്. ടൗണിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്, ടൗണിൽ എത്തിയിട്ടുണ്ട് എന്ന് അവൾ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ കാണാത്ത എന്നുള്ളൊരിതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാ എത്തിയിട്ടുണ്ട്. 2 മക്കളും ഓളും എത്തിയിട്ടുണ്ട്. അളിയൻ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം നിന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് വരികയാണ് കേട്ടോ. ചിഞ്ചുമോള് കോഴിക്കോടാണ് പഠിക്കുന്നത്, ഏട്ടത്തിന് മൂത്ത മോള്. ഇത് മോള് വരുന്ന സമയത്ത് നിൽക്കാൻ വരണം എന്ന് പറഞ്ഞു. പിന്നെ ഓള് ലീവ് തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചക്കലേക്കുള്ള പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ ബീഫായിരുന്നു വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കുക. എടുത്തി വെക്കും പോലെ നമ്മളിതിലേക്ക് മസാല പൗഡർ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ ബീഫ് വെക്കുമ്പോൾ ഗരം മസാല ഒക്കെ ചേർത്തിട്ട് വെക്കാറ്. അപ്പോൾ ഇത് ഇവള് വെക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഷാഫ്ക്കാകൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ഇടൂല. അപ്പോൾ ഇതാ ഉള്ളി, വെല്ലുള്ളി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക്, തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. വാട്ടുന്നൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പുറത്ത് നല്ല കുരങ്ങൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ കുരങ്ങിൻ്റെ ശല്യമാണ് എപ്പോഴും. പിന്നെ നമ്മൾ പാകത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പൊടികളെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതാ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവരുത്, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചങ്ങ് നന്നായി തിരുമ്മിയെടുക്കുക കേട്ടോ. അപ്പോൾ കൈ ചിലർക്ക് പുകയുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്മിയെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ബീഫും അതുപോലെ തന്നെ ഈ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും കേട്ടോ ഇതിൽ. ഇപ്പോൾ കറിവേപ്പില പറിച്ചിട്ടില്ലായിരുന്നു. കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് തിരുമണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറിവേപ്പില പിന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം വേണമെന്നൊക്കെ ഉള്ളവരെന്താക്കുക, ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7 വിസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ബീഫും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ തോർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടോ. വീഡിയോ കട്ടായി പോയതാണ്. അതോടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് നമുക്കിതൊരു 6 വിസിൽ 7 വിസിലോളം ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് സാമ്പാർ അങ്ങനത്തെ സംഭവമൊക്കെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഇത് രാത്രിത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ച് അക്കരെ വീട്ടിലേക്ക് പോവുക കേട്ടോ. ഉമ്മാനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ്. കുട്ടികൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ചുരിദാറൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടില്ല. ഞാൻ വൈകുന്നേരത്തിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ നിന്നു. ഇത് കഴിച്ച് നമ്മൾ അമ്മായിൻ്റെ വീട്ടിലല്ല, അമ്മായിൻ്റെ അല്ലല്ലോ, ആരും ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ ഇവിടെ ഉണ്ട്. ചെടിയൊക്കെ പൊന്നുമായി കാണിച്ചത്. ഇത് അപ്പനെ കാണിക്കും, നമുക്ക് അപ്പനെ കാണിച്ചു കൊടുത്തു. തെറ്റി ഇതെന്താ സംഭവം, എന്താ പറ?
കാവിത്ത് കാച്ചിലെന്നും പറയും കാവിത്തെന്നും പറയും. അത് പറഞ്ഞില്ല അവിടെ പോയ ഇതിന്റെ പേരെന്ത്? കാവിത്ത്. അതാ മാങ്ങഞ്ചി മൂക്കാത്തോണ്ടേ ചെടികൾക്ക് നമ്മൾ നേട്ടെടുത്തല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇതാണ് ഇവിടേക്കുള്ള വഴി. നിങ്ങൾക്കാർക്ക് വരണം എന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ഇതാ അങ്ങനെ ഒരു വഴിയാണ്. അമ്മച്ചിയോ വാ ഫിദ. അങ്ങനെ ഒരു തറവാട്ടിൽ നിന്ന് കാച്ചിൽ പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ കൂട്ടി അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബനാന കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത് പഴം ഒരു വരുമ്പോൾ കൊണ്ടുവന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്ത് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഹോസ്റ്റലിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. ഉമ്മൂന്ന് പറഞ്ഞ ഏട്ടത്തിന് ഉമ്മൂന്നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നെസ്റ്റോയിൽ പോയി വാങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിലൊക്കെ നല്ല തിരക്കാട്ടുന്ന ഓഫറുള്ള ദിവസമാണ്. അതുകൊണ്ട് ഫുള്ളും വണ്ടിയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് വഴിയാണ് പോയത് കേട്ടോ. ഫ്രണ്ടിലൊക്കെ മൊത്തമായിട്ട് വണ്ടി വന്ന് ഫുള്ളായി കിടക്കുമായിരുന്നു. പിന്നെന്തോ നന്നായിട്ട് ഓഫറുള്ള ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോയി. ഡിഷ് വാഷ് ലിക്വിഡിന് കണ്ടോ ഇത്രയും ഓഫർ ഉണ്ട് കേട്ടോ. സാധാരണ ഇതിൻ്റെ വില വരുന്നത് 260 99 രൂപയ്ക്ക് 2 ബോട്ടിൽ കിട്ടും. ഞങ്ങൾ പോയ ദിവസം ഓഫറിൻ്റെ പെരുമഴ തന്നെയാണെന്ന് പറയാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അങ്ങനെ ഐസ്ക്രീം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഐസ്ക്രീം ഓരോ ഐസ്ക്രീം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങുകയും ചെയ്ത്. പിന്നെ ഐസ്ക്രീം കേക്ക് വീട്ടിലേക്ക് അങ്ങനെ വാങ്ങുകയും ചെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ സാമ്പാർ ഒന്നും ഞങ്ങൾ കൂട്ടിയില്ല. തേങ്ങാച്ചോറായിരുന്നു ഉണ്ടാക്കിയിരുന്നിട്ട്. ബീഫ് നന്നായി ചൂടാക്കുകയും ചെയ്ത് ബീഫ് വരട്ടിയത്. പിന്നെ ഏടത്തി എൻ്റെ റെസിപ്പി കണ്ടിരുന്നല്ലോ, ചെറിയ ഉള്ളി ഇട്ട് വെളിച്ചെണ്ണയിൽ
കറിവേപ്പിലേക്ക് ഇട്ട് വറവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കറിയും പപ്പടം പൊരിച്ചൊക്കെ കൂട്ടി ഞങ്ങൾ തേങ്ങാച്ചോറ് കഴിച്ചു കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ചും തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു മുളകിട്ട ചിക്കനൊക്കെ മുളകിട്ട പോലെ ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഐസ്ക്രീം കേക്ക് മുറിച്ച് തിന്ന് തിരക്കാം കേട്ടോ. ഈ ഒരു കേക്കിൻ്റെത് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നട്ട്സാണ്, മൊത്തം നട്ട്സാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇത് പല ടൈപ്പിൽ പല ഫ്ലേവറിലുണ്ട് കേട്ടോ. മാംഗോ ഫ്ലേവർ, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വനില ഫ്ലേവറാണ്. പിന്നെ നട്ട്സ് വരുന്നുണ്ട് ഇതിൽ, ചോക്ലേറ്റ് അങ്ങനെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് എന്തായാലും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കും. 2 മണി 3 മണിയൊക്കെ ആവും കേട്ടോ കിടക്കാൻ, ഓരോ കഥകൾ പറഞ്ഞിരിക്കും. അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിച്ചു. നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വേണം അത് മുറിക്കാൻ. എന്നാൽ കഴിക്കാനും അങ്ങനെ തന്നെയാണ് ടേസ്റ്റ്. അങ്ങനെ മുറിച്ച് എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അമ്മായിൻ്റെ അടുത്ത്, എൻ്റെ അമ്മായിൻ്റെ അടുത്തും കൂടെ ഇവിടെ ഷാഫ്ഖാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ പോയി തിരിച്ച് വന്ന് ഉച്ചക്കത്തേയുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മാനന്തവാടിയിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.